അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന നാളെ മുതൽ ബജറ്റിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച നിരക്ക് വർധന, ഇളവുകൾ, ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരികയാണ്. ഒട്ടേറെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു 12 ലക്ഷം വരെ നികുതി ബാധ്യത ഒഴിവാകുമെന്നത്. നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. വാഹനവില കൂടും. മാരുതി, ടാറ്റ മോട്ടോഴ്സ്, കിയ, ഹുണ്ടായി, ഹോണ്ട, റെനോ, BMW, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളുടെ കാറുകൾക്ക് വില കൂടും. 2 മുതൽ 4% വരെയാണ് വർധന പ്രഖ്യാപിച്ചിരിക്കുന്നത്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ റോഡ് നികുതിയിലും വർധനയുണ്ടാവും. ഭൂനികുതിയിൽ 50% വരെ വർധനയുണ്ടാകും. ഭൂമിയുടെ അളവനുസരിച്ച് സ്ലാബ് അടിസ്ഥാനത്തിലാകും വർധന. ഇനി കോടതി ഫീസുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 23 ഇനം കോടതി ഫീസുകളിൽ നാളെ മുതൽ വർധനയുണ്ടാകും. സഹകരണ ബാങ്കുകളുടെ ഗഹാനിനും റിലീസിനും നിരക്ക് കൂടും. തൊഴിലുറപ്പ് പദ്ധതിയിലെ മിനിമം ദിവസവേതനം കേരളത്തിൽ നാളെ മുതൽ 369 രൂപയായി വർദ്ധിക്കും. നിലവിൽ ഇത് 346 രൂപയാണ്. ഇനി പലിശ നിരക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നാളെ മുതൽ ജൂൺ 30 വരെയുള്ള പാദത്തിൽ ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരും. സൈബർ തട്ടിപ്പുകൾക്ക് തടയിടാൻ ഉപയോഗത്തിലില്ലാത്ത മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ച UPI അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാകും. 3 മാസം വരെ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകൾ UPI അക്കൗണ്ടിൽ നിന്ന് ഇനി മുതൽ നീക്കം ചെയ്യും. ആദായ നികുതി നിയമത്തിലെ ഭേദഗതി അനുസരിച്ച് വാടകയ്ക്ക് നൽകിയ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നാളെ മുതൽ ബിസിനസ് വരുമാനമായി ഉൾക്കൊള്ളാനാകില്ല. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയാണ് ഈ വരുമാനം കാണിക്കേണ്ടത്. ഇതൊക്കെയാണ് നാളെ മുതൽ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ.